Hi guys, welcome back to my channel Surumi Bros. Today video ഒരു makeup tutorials video ആണ്. പലരും മേക്കപ്പ് എല്ലാം ചെയ്തു പോകുന്നത് കാണുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഉള്ളിൽ ഒരു ആഗ്രഹം ഉണ്ടാവും സ്വന്തമായിട്ടൊന്ന് മേക്കപ്പ് ചെയ്തു നോക്കണം. അല്ലെങ്കിൽ നമ്മുടെ ബ്രദേഴ്സിന്റെ കസിൻസിന്റെ എല്ലാം മാരേജ് ഉണ്ടാവുമ്പോൾ അവരുടെ ബ്രൈഡിനെ ഒരുക്കാനെങ്കിലും ഒരു ഇത്തിരി മേക്കപ്പ് അറിയണമെന്ന്. അപ്പോൾ മേക്കപ്പിന്റെ ABCD അറിയാത്തവർക്കൊക്കെ പെട്ടെന്ന് പഠിക്കാനുള്ള ഒരു ഈസി മെത്തേഡാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും വാച്ച് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും മറക്കരുത്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ കേട്ടോ. സിമ്പിൾ മെത്തേഡാണ് നമ്മളിവിടെ പറഞ്ഞു തരുന്നത്. നമ്മൾ ആദ്യം തന്നെ വേണ്ടത് നന്നായിട്ട് ഹിമാലയയുടെ ഫേസ് വാഷ് യൂസ് ചെയ്തിട്ട് മുഖം നന്നായിട്ട് കഴുകി ഉണക്കിയെടുക്കണം. എന്നിട്ട് നമുക്ക് ഫേസിലേക്ക് സൺസ്ക്രീൻ അപ്ലൈ ചെയ്യണം. സൺസ്ക്രീൻ ഇത് കുഴപ്പമുള്ളതല്ല, ഏത് സ്കിന്നിനും ഓക്കെയാണ്, അലർജി കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അത് ഏത് പ്രോഡക്റ്റ് ആയാലും നമ്മൾ മേക്കപ്പിന് വേണ്ടിയിട്ടുള്ള പ്രോഡക്റ്റ് ആകുമ്പോൾ നമ്മളത് ഡോട്ടായിട്ട് അപ്ലൈ ചെയ്യുക, അല്ലാതെ ടോട്ടൽ എടുത്തിട്ട് അങ്ങ് സ്പ്രെഡ് ചെയ്യരുത്. അപ്പോൾ ഒരുപാട് ഓവറായി പോയാലും പ്രോബ്ലമാണ്. ഓയിലി ആയിട്ട് പെട്ടെന്ന് നമ്മൾ ചെയ്തതെല്ലാം വെള്ളത്തിലാക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ അത് ചെയ്യരുത്, ഡോട്ടായിട്ട് തന്നെ ചെയ്ത് കൊടുക്കുക. സൺസ്ക്രീൻ കൊണ്ട് ടോട്ടലൊന്ന് മോയ്സ്ചറൈസ് ചെയ്യുക. അതിന് ശേഷം നമുക്ക് പ്രൈമർ അപ്ലൈ ചെയ്ത് കൊടുക്കണം. സൺസ്ക്രീൻ ജെൽ ടൈപ്പ് ആയതുകൊണ്ട് തന്നെ ലോങ് ലാസ്റ്റിക് ആയിട്ട് നിൽക്കും, പെട്ടെന്നൊന്നും വേർത്തിട്ട് ഒഴിഞ്ഞു പോവില്ല. ഇതിൽ വൈറ്റമിൻ സി എല്ലാം ഉള്ളതുകൊണ്ട് നമ്മുടെ സ്കിന്നിന് പ്രോബ്ലം ഒന്നും വരില്ല. ഇനി നമുക്ക് കൺസീലറാണ് ചെയ്യാനുള്ളത്. കണ്ണിൻ്റെ അടിഭാഗത്തോ അതുപോലെ നമ്മുടെ മുഖത്തെല്ലാം ഒരു കറുത്ത പാടുകളോ എന്തെങ്കിലും എക്സ്ട്രാ ആയിട്ടുള്ള പാടുകളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊന്നും അറിയാതിരിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് കൺസീലർ. ഇവ കമ്പനിയുടെ പ്രോഡക്റ്റാണ് കേട്ടോ ഞാൻ അതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. പ്രോഡക്റ്റ് എല്ലാം കമ്പനി അതെല്ലാം നിങ്ങൾക്ക് ചൂസ് ചെയ്യാണ്. നിങ്ങൾക്ക് ഏതും ഇഷ്ടമുള്ളത് യൂസ് ചെയ്യുക. നിങ്ങൾക്ക് പെർഫെക്റ്റ് ആണെന്ന് തോന്നുന്നത് നിങ്ങളുടെ സ്കിന്നിൻ്റെ കാര്യം നിങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ. നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ലിപ് ബാം അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. സ്ട്രോബെറി ഫ്ലേവറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് യൂസ് ചെയ്യാം. അത് ഒരുപാട് ഇതിലുള്ള ഫ്ലേവറുകളുണ്ട്. ഞാൻ സ്ട്രോബെറി ഫ്ലേവറാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്ക് ഓരോരോ ഡ്രസ്സിന് മാച്ചായിട്ടുള്ള കളർ വേണമെങ്കിലും എടുക്കാം. കൺസീലർ ചെയ്ത് കൊടുക്കുമ്പോൾ അത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണം. ബ്ലെൻഡർ യൂസ് ചെയ്യുമ്പോൾ അത് ചെറിയ നനവോടെ തന്നെ ചെയ്യാൻ ശ്രദ്ധിക്കുക. നന്നായിട്ട് ബ്ലെൻഡ് ചെയ്താൽ മാത്രമേ അത് ചെറിയ നനവോടെ അല്ലാതെ ബ്ലെൻഡ് ചെയ്താൽ അത് ചിലപ്പോൾ പൊടിഞ്ഞു പോരും. ബാക്കിയുള്ളതെല്ലാം അതിൽ പിടിച്ചിട്ട് കട്ട പിടിച്ചിട്ട് അടർന്നു പോരും. അപ്പോൾ നമ്മൾ കുറച്ച് വെയിൽ കൂടുതലുള്ള ഭാഗത്തേക്കൊക്കെയാണ് പോകുന്നതെങ്കിൽ ഒരുപാട് അങ്ങ് വേർത്താൽ നമ്മൾ ചെയ്തതെല്ലാം വെള്ളത്തിലാവും. അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. ബ്ലെൻഡ് ചെയ്യുമ്പോൾ ബ്ലെൻഡർ കുറച്ച് നനവോടെ തന്നെ ചെയ്ത് തീർക്കുക. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഫൗണ്ടേഷനാണ്. ബ്ലെൻഡർ ഞാൻ കുറഞ്ഞൊരു നനവിലാണ് ചെയ്ത് തീർത്തിട്ടുള്ളത്. ഒരു ഡാർക്ക്നെസ് കൂടുതലായിട്ട് തോന്നുന്ന ഭാഗങ്ങളിലെല്ലാം കൺസീലർ കുറച്ച് ഓവറായിട്ട് ചെയ്യാം. അതിന് ശേഷം ഇതുപോലെ ബ്ലെൻഡർ യൂസ് ചെയ്തിട്ട് നന്നായിട്ട് സ്പ്രെഡാക്കി കൊടുക്കുക. കൺസീലർ അതുപോലെ ഇവയുടേതാണ് എടുക്കേണ്ടത്. മസ്റ്റ് ഹാവ് തന്നെ യൂസ് ചെയ്യാൻ നോക്കുക. ഇത് വാട്ടർ പ്രൂഫും ആണ്, ലോങ് ലാസ്റ്റിക് ആണ്, അതുപോലെ തന്നെ ഫുള്ള് കവറേജ് കിട്ടുന്നുണ്ട്. മാറ്റ് ഫിനിഷിംഗ് ഒക്കെ സൂപ്പറാണ്. അതുപോലെ ഓയിലി ആയിട്ടും ഡാർക്കായിട്ടും ഏത് സ്കിന്നിനും പ്രോബ്ലം ഇല്ലാത്തൊരു പ്രോഡക്റ്റും കൂടിയാണ് മസ്റ്റ് ഹാവിൻ്റെ പ്രോഡക്റ്റുകൾ. ഇതുവരെ ആരും വല്ലാതെ കംപ്ലൈൻറ്റ് പറയുന്നത് കേട്ടിട്ടില്ല. ഡോട്ടാക്കി ഇട്ട് കൊടുത്തിട്ട് ബ്ലെൻഡ് ചെയ്ത് കണ്ട് തന്നെ ഇട്ട് കൊടുക്കുക. അത് ഏതൊരു ജെൽ ടൈപ്പ് ആയാലും അങ്ങനെ തന്നെ ചെയ്ത് കൊടുക്കുക. നമ്മൾ ടോട്ടൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കരുത്, അതിൻ്റെ ഫിനിഷിങ് പോകും. അതുപോലെ ഫുള്ള് കവറേജിന് നമ്മൾ മസ്റ്റ് ഹാവിൻ്റെ കമ്പാക്റ്റ് പൗഡർ തന്നെ യൂസ് ചെയ്യുക. പിന്നെ ഇത് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മളൊരു കാര്യത്തിന് ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ ആ കമ്പനിയുടെ തന്നെ യൂസ് ചെയ്യാൻ നോക്കുക ബാക്കിയുള്ളതെല്ലാം. കാരണം അത് ബാക്കിയുള്ളതെല്ലാം അതിനോട് സപ്പോർട്ടീവായിട്ടുള്ളതാവും. നമ്മൾ വേറെ ഇപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നമ്മളെ ലിപ് ബാം വേറൊരു കമ്പനി, ഫൗണ്ടേഷൻ വേറൊരു കമ്പനി, അത് അങ്ങനെ ടോട്ടൽ അങ്ങനെ അവിയിൽ പരിവാക്കണ്ട. ചെയ്യാൻ ഇത് മൊത്തത്തിൽ നമ്മളൊരു കാര്യത്തിനാണ് എടുക്കുന്നത്. അപ്പോൾ അതൊരു കമ്പനിയുടെ തന്നെ എടുക്കാൻ നോക്കുക. ഫൗണ്ടേഷനെല്ലാം സപ്പോർട്ടീവായിട്ട് നിൽക്കുന്നതാവും ഇതിൻ്റെ കമ്പാക്റ്റ് പൗഡറും വരിക. അപ്പോൾ അത് വേറെ കമ്പനിയുടേതാവുമ്പോൾ ചിലപ്പം മറ്റേ കമ്പനിയുടേത് ഡിഫറെൻ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ ആ നീറ്റ്നെസ്സും ഈ ഒരു ലോങ് ലാസ്റ്റിക്കും കിട്ടില്ല. അതുകൊണ്ടാണ് പറയുന്നത്. ടോട്ടൽ വൈറ്റ്നസ് ഒന്ന് കമ്പാക്റ്റ് ചെയ്യുക.
എന്നിട്ട് വേണം ഇനി നമുക്ക് ഐബ്രോ ഫില്ലിംഗ് അല്ലാണ്ട് ആദ്യം ഐബ്രോ ഫില്ലിംഗ് ചെയ്യരുത്. ലിപ്പ് ബാം ചെയ്ത പോലെ തന്നെ ഫൗണ്ടേഷനും കവറിങ്ങും എല്ലാം കഴിഞ്ഞതിന് ശേഷം മാത്രം നമ്മൾ കണ്ണിൻ്റെ ഭാഗത്തേക്ക് പോകാൻ പാടുള്ളൂ. ഐബ്രോ കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് ഐ പാലറ്റ് ഇട്ട് കൊടുക്കുക. ഐ പാലറ്റ് നമുക്ക് ചൂസ് ചെയ്യാണ്. ഡ്രസ്സിൻ്റെ കളറ് എല്ലാം മാച്ച് ചെയ്യുന്നത് നമുക്ക് ഇട്ട് കൊടുക്കാം. അതല്ലെങ്കിൽ സാധാ ഡാർക്ക് യൂസ് ചെയ്യാം. ഐലൈനർ, മസ്കാര എല്ലാം അങ്ങനെ തന്നെയാണ്. ഇഷ്ടമുള്ള കളേഴ്സ് ചൂസ് ചെയ്യാം. ഞങ്ങൾ സിമ്പിളായിട്ടുള്ള വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ചെയ്തതാണ്. അപ്പോൾ ഒരു സിമ്പിളായിട്ടുള്ള മെത്തേഡാണ് ചെയ്യുന്നത്. ഹിബമോളുടെ നാത്തൂൻ അസ്ലിയാണ് മോഡല്. അവർക്കൊരു ചാനലൊക്കെ ഉണ്ട്. അപ്പോൾ അത് ഞാൻ ലാസ്റ്റ് പറയാം. നമ്മൾ ബ്ലഷ് ചെയ്തെടുക്കുന്നത് ലിപ്സ്റ്റിക്ക് വെച്ചിട്ടാണ്. നൈക്ക കമ്പനിയുടെ ലിപ്സ്റ്റിക്കാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ബ്ലെൻഡർ യൂസ് ചെയ്യുമ്പോൾ ഒരിത്തിരി നനവോടെ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കണം, ഇല്ലെങ്കിൽ അതെല്ലാം അടർന്നു പോരും. അപ്പോൾ കമ്പാക്റ്റ് പൗഡർ എല്ലാം അപ്ലൈ ചെയ്ത് ഇനി നമുക്ക് ഐലൈനറാണ്. ആദ്യം ഐബ്രോ ഫില്ല് ചെയ്യാണ്. ഇതിങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്യുന്നത് തന്നെയാണ് കേട്ടോ ബെറ്റർ. ഐബ്രോ എല്ലാം നമുക്ക് മുഖത്തിന് ഷേപ്പിനനുസരിച്ച് മാറ്റി കൊടുക്കാം. വേണമെങ്കിൽ കുറച്ച് കട്ടി കൂട്ടിയിടാം, അതല്ലെങ്കിൽ ഇതെല്ലാം ഓരോ ഷേപ്പിനനുസരിച്ച് മാറ്റിയിടുക. കുട്ടുപിരികക്കാരൊക്കെ ആകുമ്പോൾ ഒന്നും കൂടെ ഒന്ന് കട്ടി കുറച്ചിട്ടിടുക. ചില മുഖത്തിന് ഐബ്രോ ഇടുന്നതൊരു ലുക്ക് ഉണ്ടാവില്ല. ചിലർക്ക് തീരെ പുരിക ഇല്ലാത്തവരുണ്ടാവും. അതൊക്കെ നമ്മൾ മുഖത്തിനനുസരിച്ച് ചൂസ് ചെയ്യാം. ഐബ്രോ ഇടുമ്പോൾ നമുക്ക് ബ്ലാക്ക് ആക്കുന്നതന്നെയാണ് നല്ലത്. ഇനി ഐ പാലറ്റ് ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ഡ്രസ് കളറൊക്കെ ചൂസ് ചെയ്യാം. ഏകദേശമൊക്കെ മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? അത് ഇഷ്ടമുള്ള കളർ യൂസ് ചെയ്യാം കേട്ടോ. ഇതെല്ലാം വാട്ടർ പ്രൂഫാണ്. അതുപോലെ ലോങ് ലാസ്റ്റിക് ആയിട്ട് നിൽക്കുകയും ചെയ്യും. പെട്ടെന്ന് പോകുന്നില്ല കേട്ടോ. ഫങ്ഷൻ തീരുന്നത് വരെ നമുക്കങ്ങനെ ബ്യൂട്ടി ആയിട്ട് നിൽക്കാം. സിമ്പിളായിട്ട് ചെയ്താലും മതി. ഫങ്ഷൻസിനൊക്കെ പോകുമ്പോൾ നമ്മൾ ഒരുപാട് ഓവറാക്കണ്ട. ഇനി നമുക്കൊന്ന് കോണ്ടറിങ് ചെയ്യാം. അത് മൂക്കിൻ്റെ ഭാഗത്തൊന്ന് ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് നടുഭാഗത്താണ് ചെയ്യേണ്ടത്. പിന്നെ ഇതാണ് ഐലൈനർ. കണ്ണിൻ്റെ അടിഭാഗം എഴുതുമ്പോൾ ഐക്കോണിക് യൂസ് ചെയ്യാം. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഭാഗങ്ങൾ ഈ കണ്ണിൻ്റെ ഭാഗവും അതുപോലെ ചുണ്ടിൻ്റെ ഭാഗവും മാത്രമേ ഉള്ളൂ. അതാണ് ഷേപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പണിയുള്ളത്. അതിന് ലിപ് ലൈനറും ഐലൈനറും എല്ലാം 1-2 പ്രാവശ്യം ചെയ്ത് കഴിയുമ്പോൾ തന്നെ അത് നമ്മൾ ആദ്യം നമ്മുടെ ചെറിയ മക്കളെയോ അതല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ ആരെങ്കിലേക്ക് ഒന്ന് ടെസ്റ്റ് ചെയ്യാം. 2-3 തവണ ട്രൈ ചെയ്താൽ തന്നെ അത് ഈസി ആയിട്ട് കഴിയും. ഇതെല്ലാം ബ്യൂട്ടീഷ്യന്മാർക്ക് മാത്രം കഴിയുള്ളൂ എന്നൊന്നും ആരും വിചാരിക്കണ്ട. ഇത് എന്നല്ല, ഒന്ന് ട്രൈ ചെയ്താൽ നമുക്ക് പറ്റാത്തതായിട്ടൊന്നുമില്ല. പഠിച്ചവനും കൂടെ വിചാരിക്കണം, ബാക്കി നമ്മളും. എന്നെക്കൊണ്ടത് പറ്റില്ല എന്ന് വിചാരിച്ച് നിന്നാൽ ഒന്നും പറ്റില്ല. ട്രൈ ചെയ്താലോ ഈസി ആയിട്ട് പറ്റുകയും ചെയ്യും. എന്താ നോക്ക്, സുന്ദരി കുട്ടി ആയില്ല അസ്ലി. ഈ മേരി ജോക്കിൻ്റെ മാറ്റ് പെൻസിലാണ് നമ്മൾ ലിപ് ലൈനർ ഷേപ്പാക്കാൻ വേണ്ടി, ലിപ്പ് ഷേപ്പാക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നത്. റെഡ് കളറാണ്. മേരി ജോക്ക് ഷെയ്ഡിന് 18 ഷെയ്ഡ് നമ്പറാണ് എടുക്കേണ്ടത്. അതിനു മുമ്പ് നമുക്കൊന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഒന്ന് മൊത്തത്തിലൊന്ന് തിളക്കം കിട്ടാൻ വേണ്ടിയിട്ട് മൂക്കിൻ്റെ മുകൾ ഭാഗം അതുപോലെ കവിളിൻ്റെ ഭാഗം എല്ലാം ഒന്ന് ചോപ്പിച്ചെടുക്കണം. കൂടുതലൊന്ന് ഇങ്ങനെയുള്ള ഭാഗങ്ങളൊന്ന് തിളക്കം കിട്ടാൻ വേണ്ടിയിട്ടാണിത്. കണ്ണിൻ്റെ ഭാഗത്തും അതുപോലെ കവിളിൻ്റെ ഭാഗത്ത്, ഈ താടിയുടെ ഭാഗത്ത് വേണമെങ്കിൽ നമുക്ക് നെറ്റിയുടെ ഭാഗത്തും ഇത്തിരി വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക. അതെല്ലാം നേരത്തെ പറഞ്ഞ പോലെ ഓപ്ഷണലാണ്. നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് മൊത്തത്തിൽ തിളങ്ങണമെങ്കിൽ അങ്ങനെ. ഹെൽമെറ്റൊക്കെ വെച്ചിട്ട് പുറത്തിറങ്ങാനുള്ളതുണ്ടോ, അപ്പോൾ അതിനനുസരിച്ച് കെട്ടി തന്നെ ഇട്ടോ. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് തോന്നുന്നില്ല ഇത് എത്രയോ സിമ്പിളാണെന്ന്? ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കിയാൽ തന്നെ നിങ്ങളുടെ ഈ വിചാരമെല്ലാം മാറ്റും.
ലാസ്റ്റ് നമുക്ക് മേക്കപ്പ് ഫിക്സർ വെച്ചിട്ട് ടോട്ടൽ ഒന്ന് സ്പ്രേ ചെയ്തെടുക്കാം. ഫിറ്റ്മി കമ്പനിയുടെ മേബിലൈൻ ഫിയർ ആണ് കേട്ടോ യൂസ് ചെയ്യേണ്ടത്. ഇതിന് കവറിങ് കിട്ടാൻ വേണ്ടിയിട്ട് ലാസ്റ്റാണ് അത് ചെയ്യേണ്ടത്. ലിപ്സ്റ്റിക്ക് ഷെയ്ഡ് ചെയ്യുമ്പോൾ 18 ഷെയ്ഡ് നമ്പർ അത് എടുക്കുക കേട്ടോ. അതുപോലെ മാരി ജോക്കിൻ്റെ എടുക്കാൻ നോക്കുക ലിപ്സ്റ്റിക്ക് എടുക്കുമ്പോൾ. ഡാർക്ക് റെഡ് ആകുമ്പോൾ ഒന്നും കൂടെ ഒന്ന് ബെറ്റർ ആയിട്ട് കിട്ടും. ഇനിയുള്ള ഡൗട്ടുകളെല്ലാം നിങ്ങൾ കമൻസ് ആയിട്ട് വരിക. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ, ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒരിക്കലും മറക്കരുത്. അതുപോലെ നിങ്ങളുടെ മേക്കപ്പ് ടച്ചിങ്സ് എല്ലാം ഇഷ്ടമുള്ള ഫ്രണ്ട്സും ഫാമിലീസൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഞാനീ പറഞ്ഞ പ്രൊഡക്റ്റുകളെല്ലാം വാട്ടർ പ്രൂഫും ലോങ് ലാസ്റ്റിക്കും ആയതുകൊണ്ട് ഇതെല്ലാം ഒരുപാട് നേരം നമ്മൾ കവർ ചെയ്തിട്ട് നമ്മളെ സെറ്റപ്പായിട്ട് പോയ പോലെ തന്നെ നിൽക്കും. ചിലരെല്ലാം നല്ല മേക്കപ്പിലൊക്കെ വന്നതാവും, പോകാനാവുമ്പോഴേക്ക് വേറൊരു അലങ്കോലാവും. ആ രീതിയൊന്നും ആവില്ല. ഏത് വെയിലത്തും നമ്മൾ ബ്യൂട്ടി ആയിട്ട് തന്നെ ഇരിക്കും. പോയ പോലെ മടങ്ങി വരാം. അപ്പോൾ ഇനിയും ഇതുപോലുള്ള കിടുക്കാച്ച് വീഡിയോസായിട്ട് വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ. ഒരുപാട് ടിപ്സ് വീഡിയോസുകൾ ചാനലിലുണ്ട് കേട്ടോ, കയറിയിട്ട് കാണണേ. What?